ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അവിശ്വാസത്തിന്റെ സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ ഉള്ളപ്പോൾ മാത്രമേ ഈ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ ബുദ്ധിയുണ്ടല്ലോ, ശൃഗാല ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയാണ് പിണറായി വിജയനും BJPക്കും ഇക്കാര്യത്തിലുള്ളത്. 2013 വഖഫ് അമെന്റ്മെന്റ് ആക്ട് ലോക്സഭയിൽ വരുമ്പോ ആ വഖഫ് അമെന്റ്മെന്റ് ആക്ടിനെ ശക്തിയുക്തം അനുകൂലിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി, BJP. പാർലമെന്റിനകത്ത് ലോക്സഭയിൽ അന്ന് BJPയുടെ MP ആയ സയ്യിദ് ഷാനവാസ് ഹുസൈൻ പ്രസംഗിച്ചു, ഞങ്ങൾ എത്രയോ കാലമായി ഇത് ആവശ്യപ്പെടുന്നു, ദേർ സെ ആയാ ഹേ ലേക്കിൻ ദുരുസ്തേ ആയാ ഹേ എന്നാണ് പറഞ്ഞത്. വൈകിട്ടാണ് വന്നത്, എന്നാൽ പോലും അത്യാവശ്യമുള്ള സംഗതിയായിരുന്നു, വന്നത് നന്നായി. എന്നിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? വഖഫിന്റെ നഷ്ടപ്പെട്ട അന്യാധീനപ്പെട്ട സ്വത്തുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് BJPയുടെ നയമാണ്. അതുകൊണ്ട് ഈ നിയമപരിഷ്കരണം BJPയുടെ ആവശ്യപ്രകാരം വന്നതാണ് എന്നാണ് അന്ന് BJP പറഞ്ഞത്. അത് മാത്രമല്ല, 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് BJP അച്ചടിച്ച് ഇന്നും അവൈലബിൾ ആയിട്ടുള്ള BJPയുടെ പ്രകടന പത്രികയിൽ പറയുന്നു, വഖഫ് ബോർഡുകളെ ശാക്തീകരിക്കും, വഖഫിന്റെ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചുപിടിക്കും. ഇതേ കാര്യല്ലേ 2013 UPA ചെയ്ത കാര്യത്തെ പിന്തുണച്ച ആളുകൾ ഇപ്പോ വന്ന് ക്രൈസ്തവരോട് പറയാണ്, നിങ്ങളെ കുടിയിറക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നിയമപരിഷ്കരണം കൊണ്ടുവന്നിരിക്കും.